നമസ്കാരം. കേരളം ഇന്ന് ചർച്ച ചെയ്യുന്ന രണ്ട് വിഷയങ്ങളാണ്. ഒന്ന് ഈ അതികഠിനമായ ചൂട്, ഇല്ലേ? മനുഷ്യർക്ക് എല്ലാവർക്കും ചൂടിൻ്റെ വലിയ വലിയ പ്രശ്നങ്ങളാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ വാർത്താ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന മറ്റൊരു വിഷയം പാമ്പ് മൂലം ഉണ്ടാകുന്ന അല്ലെങ്കിൽ പാമ്പ് കടി മൂലം ഉണ്ടാകുന്ന മരണങ്ങൾ നമ്മളെ വളരെയധികം വേദനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് വിഷയങ്ങളെ അധികരിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാനായിട്ട് വിചാരിക്കുന്നത്. നമസ്കാരം, ഞാൻ ഡോക്ടർ ഹേമന്ത് അരവിന്ദ്, റിസർച്ച് ഹെഡ് അപ്ടെക് ലിമിറ്റഡ്. ചൂട് കൂടിയതോടെ മാളം വിട്ട് പാമ്പുകൾ പുറത്തേക്കിറങ്ങിയതിന്റെ ആശങ്കയിലാണ് ജനങ്ങൾ. പാമ്പുകളെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവയുടെ സ്വഭാവത്തെ പറ്റിയാണ്. പാമ്പുകൾ സ്വതവേ അവ തണുത്ത പ്രദേശങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ് അവ തണുത്ത പ്രദേശങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചാൽ അവയെല്ലാം ശീതരക്തജീവികളായിട്ടാണ് അവ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ തണുത്ത സ്ഥലങ്ങൾ തേടി അവ സ്വാഭാവികമായിട്ടും വരും. അപ്പോൾ ഈ അത്യുഷ്ണ സമയത്ത് സ്വാഭാവികമായിട്ടും മണ്ണ് ചൂടാകുന്ന കാലഘട്ടം കൂടിയാണ്. അതുകൊണ്ട് തന്നെ മണ്ണിൽ നിന്ന് അവ പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ വീടുകൾ, അതായത് തണുപ്പ് ഉള്ള സ്ഥലങ്ങൾ, സ്വാഭാവികമായിട്ടും വീടുകളും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബാത്റൂം തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ അല്ലെങ്കിൽ കിച്ചൺ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തണുപ്പ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരം സ്ഥലങ്ങളിലേക്ക് അവ എത്തിപ്പെടാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. അപ്പോൾ അതുമാത്രമല്ല, ഈ പാമ്പുകൾ നമ്മുടെ വീടിനുള്ളിലേക്ക് എത്താനുള്ള ഒരുപാട് വഴികൾ നമ്മൾ തന്നെ തുറന്നു വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ വീട്ടിലേക്ക് തന്നെ ചില എൻട്രിങ്സ് ഒക്കെ നമ്മൾ തന്നെ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ കേബിളിൻ്റെ ലൈനിങ്സ്, അതുപോലെ തന്നെ അയകളുടെ കയറൊക്കെ അതിലേക്ക് നമ്മുടെ വീടിൻ്റെ ജനൽ കമ്പികളോട്ടൊക്കെ ചേർത്ത് കെട്ടുക. അതുമല്ലെങ്കിൽ ഇപ്പം ചൂലിൻ്റെയോ അല്ലെങ്കിൽ മറ്റെന്തിൻ്റെയൊക്കെ ട്യൂബുകളൊക്കെ നമ്മുടെ ഭിത്തിയിലേക്കോ അല്ലെങ്കിൽ ജനലിലേക്കൊക്കെ ചാരി വെച്ചിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മൾ അറിയാതെ ചെയ്തു പോകുന്ന ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ തന്നെ പാമ്പുകളെ നമ്മുടെ വീടിനുള്ളിലേക്ക് കയറുവാനുള്ള ഒരു സാഹചര്യം ഒരുക്കലാണ്. അതിനോടൊപ്പം തന്നെ സ്വാഭാവികമായിട്ടും ഈ പാമ്പുകൾ വീട്ടിനുള്ളിൽ കയറി കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അവ ചെയ്യുന്നത് കുറേ സമയം അവിടെയൊക്കെ ഇരുന്നിട്ട് അവ ഇറങ്ങി പോകാറാണ് പതിവ്. പക്ഷേ സ്വാഭാവികമായിട്ടും തണുപ്പിനോടൊപ്പം തന്നെ വീടിനുള്ളിൽ തന്നെ അവയ്ക്ക് ഭക്ഷണത്തിൻ്റെ സാധ്യതകൾ കൂടി ഉണ്ടെങ്കിൽ, ഭക്ഷണം എന്ന് പറയുമ്പോഴത്തേക്ക് ചെറിയ പല്ലികൾ, ചെറിയ പാറ്റകൾ, അതുപോലെ തന്നെ ചെറിയ എലിയുടെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ എലികൾ, ഇവയൊക്കെ തന്നെ ഇവയ്ക്ക് ഭക്ഷണമാകാറാണ്. അപ്പം ഭക്ഷണത്തിൻ്റെ സാധ്യത, ഒരു ഷെൽട്ടർ, അതുപോലെ തന്നെ തണുത്ത കാലാവസ്ഥ, ഇത് മൂന്നും ഒരു വീടിനുള്ളിൽ കിട്ടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പാമ്പുകൾ അവിടെ ഒരു സ്ഥിര താവളമാക്കി മാറ്റുവാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. അപ്പം പ്രധാനമായിട്ട് പാമ്പുകളെ നമ്മൾ തുരത്തണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ചെയ്യേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ വീടും പരിസരവും നന്നായി വൃത്തിയാക്കുക എന്നുള്ളത്. അതായത് കല്ല്, കട്ട അല്ലെങ്കിൽ ചപ്പ് ചവറുകളൊന്നും കുന്നുകൂട്ടിയിടാതിരിക്കുക. പ്രധാനമായിട്ടും എലികളുടെ മാളങ്ങളുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും അത് അടച്ചിരിക്കണം. കാരണം എലി മാളങ്ങളിൽ ഇവ വന്ന് താമസിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിലെ മാലിന്യങ്ങൾ, അല്ലെങ്കിൽ ഭക്ഷണ അവശിഷ്ടങ്ങളൊക്കെ കുന്നുകൂടി അല്ലെങ്കിൽ തുറസായ സ്ഥലങ്ങളിൽ അങ്ങനെ ഉപേക്ഷിക്കാതിരിക്കുക. കാരണം അത് കഴിക്കുവാനായിട്ട് എലികൾ വരികയും ആ എലികളെ ഭക്ഷിക്കാനായിട്ട് പാമ്പുകൾ അവിടെ സ്ഥിരതാവളമാക്കുകയും ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. അപ്പം ഈ ചൂട് കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഭക്ഷണവും അതുപോലെ തന്നെ തണുപ്പും ഒക്കെ തേടി ഇറങ്ങുന്ന ഈ പാമ്പുകൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കൂടുതൽ തങ്ങുവാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ ചെലുത്തി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മുടെ വീടിനുള്ളിലാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് മറ്റു ചില ഉപാധികൾ കൂടി എടുക്കാൻ സാധിക്കുന്നത്, നമുക്ക് ചില സ്നേക്ക് റിപ്പല്ലൻറ്റുകൾ, ഇപ്പം പലതരത്തിലുള്ള റിപ്പല്ലൻറ്റുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് കെമിക്കലുണ്ട്, നോൺ കെമിക്കൽ ആയിട്ടുള്ളതുണ്ട്, എസൻഷ്യൽ ഓയിൽ ബേസ്ഡ് ഒക്കെ ചെയ്തിട്ടായിട്ടുള്ള കെമിക്കൽസ് ഉണ്ട്. അപ്പോൾ ഇവയൊക്കെ നമ്മുടെ മുറിക്കുള്ളിൽ അടിക്കാം. നമുക്ക് ഇങ്ങനെയുള്ള ചില റിപ്പല്ലൻറ്റുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീടിനുള്ളിലുള്ള പല്ലി, പാറ്റയൊക്കെ വേണമെങ്കിൽ നമുക്ക് നിയന്ത്രിക്കാൻ നോക്കും. അപ്പോൾ അങ്ങനെ പാമ്പുകളുടെ ഭക്ഷണത്തിനോടുള്ള ഒരു സാധ്യത അവിടെ നമുക്ക് ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പാമ്പുകൾ അകത്തേക്ക് വരാതിരിക്കുവാനായിട്ട് സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞ രീതിയിൽ പുറമേ നിന്നുള്ള എല്ലാ ഇൻലെറ്റുകളും നമ്മൾ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു സാഹചര്യങ്ങളും നമ്മൾ അത് ഒരുക്കാതിരിക്കുക. വീടും പരിസരവും വൃത്തിയാക്കിയിരിക്കുക. ഈ ചൂട് കാലമാണ്. ചൂട് കാലം കഴിയുന്നിടം വരെ നമുക്ക് കാര്യമായിട്ടുള്ള ഒരു ശ്രദ്ധ നമുക്ക് ഉണ്ടാകേണ്ടതാണ്. അപ്പോൾ ഈ കാര്യം മാത്രം പങ്കുവെച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.